Philip, I know you are a sharp shooter. Just finish him off. എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞെടുത്ത് വാ. അവിടെ നിന്ന് നിനക്ക് പറക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരും. ഹൃദയം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല, കണ്ണുകൊണ്ട്, കൈ കൊണ്ട്. അങ്ങനെ ജയിൽ ബ്രേക്ക് പാവം 3 പോലീസുകാരുടെ സസ്പെൻഷനിൽ ഒതുക്കി. ഇനി അവന്മാരുടെ 6 മാസത്തെ ചെലവ് എൻ്റെ അക്കൗണ്ടിലാ. ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ പഴച്ചു. I won't let it happen again. കാര്യം കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് കിടക്കാം. അവിടെ നിന്ന് തായ്ലൻഡ്. എത്രയും പെട്ടെന്ന് തീർക്കണം. എന്തിനും ഏതിനും ഞാനുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ കൂടെ? എന്നിട്ടും എന്നെ എൻ്റെ പെണ്ണനെയും. If you move your feet, I'll move my finger. സാർ, രാത്രി 9 മണിയോടെയാണ് സംഭവം. ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല. 9:15 പോലീസ് എത്തി. സംഭവത്തിന് ശേഷം ഈ ഏരിയയിലോട്ട് വണ്ടി വല്ലതും കിടത്തിയിട്ടില്ല? ഇല്ല സാർ. ഫിലിപ്പല്ല കൊലപാതകി. അതിനു പിന്നിൽ അരുണും സൽമാനുമാണെന്ന പുതിയ തിയറിയുമായി ഡെറിക്ക് എന്നെ കാണാൻ വന്നിരുന്നു. ഇതിവിടെ പറഞ്ഞ നിങ്ങൾക്ക് ഗുണമാവെന്ന് ഞാൻ കരുതി. തീർച്ചയായിട്ടും മേഡം. തന്നെ വിശ്വസിക്കാത്ത ചേട്ടനോട് പകയുള്ള ഫിലിപ്പ് തന്നെ വഞ്ചിച്ചവരും വെറുതെ വിടില്ല. പ്രതികാരം
അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ഡെറിക്കിനും അരുണിനും സുരക്ഷ ഒരുക്കണം. സാർ. പിന്നെ ഏത് വിധേനയും ഫിലിപ്പിനെ പിടികൂട്ടണം. സാർ. ഡെറിക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ? ഇല്ല സാർ, കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ സാർ ഡിസ്ചാർജ് ആയി. ഡെറിക്കുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ടത് ചെയ്യാം. സാർ. സാറിന് ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് ഏർപ്പാടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ രണ്ടുപേരെ നിർത്തട്ടെ സാർ? താൻ എന്നെ അളക്കുവാണോ? സാർ, SP ഓർഡർ ആയതുകൊണ്ട്. അവരേതെങ്കിലും തെളിയാത്ത കേസിന്റെ പുറകെ വിടറോ? പോലീസ് തന്നെ ക്രിയാത്മകമാവട്ടെ. സാർ, അത് എൻ്റെ മരണത്തെ തടയാൻ ഈ 2 പോലീസുകാർ പോരെ. അവനെ കണ്ടാൽ കൊന്നുകളഞ്ഞേക്കാനായിരിക്കും തീരുമാനം അല്ലേ? കൊല്ലാൻ നടക്കുന്നവനെ പിന്നെ എന്താ ചെയ്യുക? അവനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവനെ കൊന്നു തീർക്കില്ലേ? ഇരയ്ക്ക് മുറിവേൽക്കാതെ വേട്ടയാടണം. വേട്ടക്കാരൻ്റെ ശരി ഇരയുടെ തെറ്റും, ഇരയുടെ ശരി വേട്ടക്കാരൻ്റെ തെറ്റുമാണ്. ഇരയോ വേട്ടക്കാരനോ ആവാതെ പറ്റില്ല. വേട്ടയെങ്കിൽ വേട്ട. എന്താ ഭാഷാശുദ്ധി? കേട്ടിട്ട് കൊതിയാവണം. ഏത് ബ്രാൻഡാണാവോ അടിച്ചത്? താനങ്ങോടും അല്ല സാറിൻ്റെ കൂടെ സാധനം കാണിച്ചില്ല. നോക്കിയേ, ഐറ്റം കോമഡി.
അതാ സൂപ്പർ മാർക്കറ്റിലെ CCTV ഫുട്ടേജാണ് സാർ. ഡെറിക് സാറും ഫിലിപ്പും തമ്മിലുള്ള ചേട്ടനും അനിയനും തമ്മിത്തല്ലെന്ന് കണ്ട് ആഘോഷിക്കാൻ വന്നതാ എല്ലാരും. ഒടുങ്ങാത്ത പകയാ എല്ലാത്തിനും. സാർ. ഫിലിപ്പിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ? ഇല്ല സാർ, നമ്മുടെ കൺമുന്നിൽ വന്ന് പെട്ടിട്ടും അവൻ രക്ഷപ്പെട്ടു. അവനെ ആരോ സഹായിക്കുന്നുണ്ട് സാർ, മറഞ്ഞിരിക്കാനും ഡെറിക് സാറിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാനും. പിന്നെ ആ അരുൺ, ആളൊരു വൃത്തികെട്ട ക്യാരക്ടറാണ്. സൽമാൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഫുൾ ടൈം വെള്ളത്തിലാണ്. ആള് നല്ല പാനിക്കാൻ. സെക്യൂരിറ്റി നിൽക്കുന്ന പോലീസുകാരെ ചീത്ത പറയലും തലലും ഒക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പണി. താമര 2 കുപ്പി മേടിച്ചുണ്ടോ? അവിടെ പോയി കിടക്കടാ, അവന്റെ അമ്മയുടെ ഒരു കുപ്പി. എന്റെ അമ്മയുടെ കുപ്പിയോ? മര്യാദക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ കയ്യും കാലും തല്ലി ഒടിച്ചിടും. ഇതൊക്കെ കുറെ ആയി തുടങ്ങി.